ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വന്നതാണ്. വേറൊന്നുമല്ല, നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് പ്ലാസ്റ്റിക്. അതായത് നമ്മൾ ജോലിക്ക് പോകുമ്പോഴും അതുപോലെ പുറത്ത് യാത്ര പോകുമ്പോഴൊക്കെ നമ്മൾ വെള്ളമൊക്കെ കൊണ്ടുപോകാനായിട്ട് പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല നമുക്കൊക്കെ അറിയാം. എന്നാലും നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ പ്ലാസ്റ്റിക് ഒഴിവാക്കുക എന്നുള്ളത് അത്ര ഒരു എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഷോപ്പിൽ പോയിട്ട് നമ്മൾ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി നോക്കിയിട്ട് എടുക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ വാട്ടർ ബോട്ടിലൊക്കെ കുട്ടികൾക്കൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ലൊരു ക്വാളിറ്റി നോക്കി വാങ്ങിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഷോപ്പിലൊക്കെ പോയി എല്ലാവരും വാട്ടർ ബോട്ടിലൊക്കെ നോക്കുമ്പോൾ നല്ലത് നോക്കി സെലക്ട് ചെയ്യുന്നതല്ലാണ്ട് എല്ലാവരും ഈ ക്വാളിറ്റിയൊക്കെ നോക്കിയിട്ടൊന്നും എടുക്കാൻ അങ്ങനെയൊന്നും എല്ലാവരും നിൽക്കാറില്ല. അതുമാത്രമല്ല, ചുരുക്കം ചിലർക്ക് എങ്ങനെ ക്വാളിറ്റി നോക്കി എടുക്കണം എന്നുള്ളത് ഒരു ധാരണയും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ചെറിയൊരു ഇൻഫർമേഷനാണ് എങ്ങനെയാണ് കുറച്ചുകൂടി നല്ലൊരു ക്വാളിറ്റി നോക്കി പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വാട്ടർ ബോട്ടിലോ എന്തെങ്കിലും എടുക്കുക എന്നുള്ളത്. ആ ഒരു ചെറിയൊരു ഇൻഫർമേഷനാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇവിടെ ഒരു വാട്ടർ ബോട്ടിലുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ വാട്ടർ ബോട്ടിലാണ്. അപ്പോൾ ഈ വാട്ടർ ബോട്ടിലിൻ്റെ ഏറ്റവും അടിയിലായി ഒരു ട്രയാങ്കിൾ ചിഹ്നമുണ്ടാവും, ട്രയാങ്കിൾ സൈൻ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലായി നമ്പേഴ്സ് ഉണ്ടാവും. നമ്മൾ ഈ 1 2 3 4 അങ്ങനെ നമ്പേഴ്സ് ഇല്ലേ, ആ ഒരു നമ്പേഴ്സ് ഏതെങ്കിലും നമ്പേഴ്സ് ഉണ്ടാവും. അതായത് ഇവിടെ ഇപ്പോൾ 5 ആണുള്ളത്. അപ്പോൾ നമുക്ക് ഈ 5 എന്നുള്ള ഒരു നമ്പർ ആ ട്രയാങ്കിൾ ചിഹ്നത്തിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ബാക്കിയുള്ള നമ്പേഴ്സ് കുറേ ഉണ്ടാവും, 1 2 3 അങ്ങനെ. പക്ഷേ ഏറ്റവും നമുക്ക് ഇപ്പം ആഹാര സാധനങ്ങൾ ഇപ്പോൾ കുട്ടികൾക്ക് കൊണ്ടുപോകാനായാലും ഇപ്പോൾ സ്നാക്സ് ബോക്സ് ആയാലും വാട്ടർ ബോട്ടിലായാലും എന്തായാലും ഈ 5 എന്നുള്ള നമ്പർ അതാണ് നമുക്ക് ഉപയോഗിക്കാൻ ഏറ്റവും നല്ല പ്ലാസ്റ്റിക്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ നമ്മുടെ സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മിനറൽ വാട്ടർ ഈ ബോട്ടിലൊക്കെ ഉണ്ട്. ഇതിനിപ്പോൾ ട്രയാങ്കിളേ ഇല്ല, ട്രയാങ്കിളിൻ്റെ സൈനേ ഇതിനില്ല. അപ്പോൾ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല, ഉപയോഗിക്കാം. പക്ഷേ അത് 1 ടൈം യൂസാണ്. അതായത് വീണ്ടും വീണ്ടും നമുക്കത് ഇപ്പം അത് ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞ് വീണ്ടും വീണ്ടും വെള്ളം നിറച്ച് വെക്കുന്നത് നമ്മുടെ ഹെൽത്തിന് തീരെ നല്ലതല്ല. അതായത് പിന്നെ അതുപോലെ ഈ 1 എന്ന് എഴുതിയ നമ്പേഴ്സൊക്കെ ഉണ്ടാവും, ഇപ്പോൾ ട്രയാങ്കിൾ ഉണ്ടാവും, പക്ഷേ അതിൻ്റെ ഉള്ളിൽ 1 എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതും ഇതുപോലെ തന്നെയാണ്, നമ്മൾ 1 ടൈം യൂസ്, അത് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ 1 2 3 അങ്ങനെ 7 വരെയൊക്കെ നമ്പേഴ്സ് ഉണ്ട്. പക്ഷേ ഇതിലൊക്കെ ഓരോരോ തരം പ്ലാസ്റ്റിക് ഉണ്ടാവും. ഞാൻ ഈ വീഡിയോയിൽ കൂടെ കൂടുതൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഓരോരോ തരം പ്ലാസ്റ്റിക്കും ഓരോരോ തരം ഉപയോഗവും ഉണ്ട് അതിനൊക്കെ, ആ പ്ലാസ്റ്റിക്കിനൊക്കെ. അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾക്കായാലും നമ്മൾ മുതിർന്നവർക്കായാലും ആർക്കായാലും നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ 5 എന്നുള്ള ഒരു നമ്പർ, അതും ആ ട്രയാങ്കിൾ അതിൻ്റെ വാട്ടർ ബോട്ടിലിൻ്റെ അല്ലെങ്കിൽ ഏതിൻ്റെയാണോ അതിൻ്റെ 5 എന്നുള്ളൊരു നമ്പർ ട്രയാങ്കിളിൻ്റെ ഉള്ളിലുണ്ടോ നോക്കുക. അപ്പോൾ അത് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൊരു വീഡിയോ, ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.